ഹലോ. അന്നേരം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടി സ്റ്റോറിയാണ് കേട്ടോ, എൻ്റെ സ്റ്റോറിയാണ്. അന്നേരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കമൻസ് ഇങ്ങനെ വരുന്നുണ്ട്. ഇയാളുടെ അമ്മ എവിടെ, അയാളുടെ അച്ഛൻ എവിടെ, പിന്നെ എന്താണ് എന്താ പറയുക, അവർക്ക് എന്താ പറ്റിയത്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാളുടെ ലൈഫ് സ്റ്റോറി പറയുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് കമൻസ് ഒക്കെ വരുന്നുണ്ട്. അന്നേരം ഞാൻ ആദ്യം വിചാരിച്ചു നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് പോലെ വീഡിയോ എടുത്തിട്ട് അത് ചെയ്യാമെന്ന് വിചാരിച്ചു. അല്ലാതെ ഞാൻ അങ്ങ് പറഞ്ഞു പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് എന്തോ ഒരു മടി പോലെ അങ്ങനെ ചെയ്യാം. കാര്യം നമ്മൾ ഒരു ദിവസം മൊത്തം ഷൂട്ട് ചെയ്തിട്ട് ആ കാര്യങ്ങൾ പറയാതെ ഞാൻ എൻ്റെ ജീവിതത്തിലെ കാര്യങ്ങൾ പറയുന്നതിനോട് എനിക്ക് അത്ര അങ്ങോട്ട് പിടിച്ചില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് എന്നാ പറയാം, അല്ലാതെ വീഡിയോ കുറച്ച് ചെറിയ ചെറിയ പാർട്സ് ആക്കി ഇടാം എന്ന് വിചാരിക്കുവാണേ. അന്നേരം ആദ്യം തന്നെ എന്നെ സെൽഫായിട്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് സജിത എന്നാണ്. എനിക്ക് 23 വയസ്സാണ്. 2 വയസ്സുള്ളൊരു പുരുഷനാണ് എൻ്റെ മകൻ. പിന്നെ എൻ്റെ ഹസ്ബൻഡ് സന്തോഷ്, തടിപ്പണിയാണ്, കൂലിപ്പണിയാണ്. പിന്നെ എനിക്ക് ഒരു അമ്മൂമ്മയുണ്ട്. അമ്മൂമ്മയുടെ പേര് സരസ. അമ്മയ്ക്ക് ഏകദേശം 80 വയസ്സായിട്ടുണ്ട് കേട്ടോ. അന്നേരം എന്നെ വളർത്തിയതും പഠിപ്പിച്ചതും എല്ലാം എൻ്റെ അമ്മൂമ്മയാണ് കേട്ടോ, 7ാം ക്ലാസ് വരെ. ബാലൻസ് ആരാ പഠിപ്പിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലൻസ് ഞാൻ സ്വയമായിരുന്നു ഗൈസ്. കാരണം നമ്മൾ 7ാം ക്ലാസ് തൊട്ട് ജോലിക്ക് പോയി തുടങ്ങിയതാണ്. അതിന് മുന്നേ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് മുന്നേ എല്ലാം പറയട്ടെ. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കാര്യം കുറേ പേര് ചോദിക്കുന്നുണ്ട്. എൻ്റെ അച്ഛൻ്റെ പേര് സുരേഷ്, അമ്മയുടെ പേര് നിർമ്മല എന്നാണ്. ഇവർ രണ്ടുപേരും ഇപ്പം മരിച്ചിട്ട് ഇപ്പോൾ 20 വർഷമായിട്ടുണ്ട് കേട്ടോ. എൻ്റെ അച്ഛനും അമ്മയും മരിച്ചിട്ട്. ഇവ സമ്മതിക്കുന്നില്ല കേട്ടോ, ഇതാണ് മെയിൻ. എൻ്റെ അമ്മയും അച്ഛനും മരിച്ചിട്ട് 20 വർഷമായിട്ടുണ്ട്. എനിക്ക് 3 വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ തൂങ്ങിയാണ് മരിച്ചത്. എന്നാ പറയുക, സൂയിസൈഡായിരുന്നു. എൻ്റെ അച്ഛൻ മരിക്കുന്ന സമയത്ത് അമ്മ എൻ്റെ അനിയനെ 6 മാസം പ്രഗ്നൻ്റ് ആയിരുന്നു. അങ്ങനെ ഡെലിവറിയോടെ എൻ്റെ അമ്മയും മരിച്ചു. 5 ദിവസം ഡെലിവറി കഴിഞ്ഞ് 5 ദിവസമായപ്പോൾ എൻ്റെ അമ്മയും മരിച്ചുപോയി. പിന്നെ എന്നെ നോക്കിയതും വളർത്തിയതും എന്നെ ഇത്രത്തോളം പ്രാപ്തിയാക്കിയതും എല്ലാം എൻ്റെ അമ്മൂമ്മയാണ് കേട്ടോ. അതിൻ്റേതായ തെറ്റുകുറ്റങ്ങളും പിന്നെ കുറ്റങ്ങളും കുറവുകളും എല്ലാം എനിക്കുണ്ട്. നമുക്ക് ഒരുപാട് കുറ്റവും കുറവുകളും ഒക്കെ ഉണ്ടെന്നേ. എല്ലാവരും എല്ലാം തികഞ്ഞവരോ കാര്യങ്ങളോ ഒന്നും അല്ലല്ലോ. എന്താ പറയുക, ഇവിടെ മരം മുറിക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാളിൻ്റെ സൗണ്ട് കേൾക്കുന്നത്. അന്നേരം ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയാണ്. എനിക്ക് അച്ഛനും അമ്മയൊന്നും ഇല്ല. എൻ്റെ അച്ഛനും അമ്മയൊക്കെ മരിച്ചു പോയതാണ്. എൻ്റെ അമ്മൂമ്മയാണ് വളർത്തി വലുതാക്കിയത്. പിന്നെ മരം മുറിക്കുന്ന സൗണ്ട് ഭയങ്കര കൂടുതലായതുകൊണ്ട് വോയിസ് ഓവർ കൊടുക്കുക കേട്ടോ. അന്നേരം എൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്താ പറ്റിയെന്ന് വെച്ചാൽ അച്ഛനാണെങ്കിൽ എനിക്ക് 3 വയസ്സുള്ളപ്പം സൂയിസൈഡ് ചെയ്തു, തൂങ്ങിയാണ് മരിച്ചത്. അന്നേരം അച്ഛൻ മരിക്കുന്ന സമയത്ത് എൻ്റെ അമ്മ 6 മാസം പ്രഗ്നൻ്റാണ് എൻ്റെ അനിയനെ കേട്ടോ. അന്നേരം 6 മാസം പ്രഗ്നൻ്റായ അമ്മ അച്ഛൻ്റെ മരണത്തോട് ഒരുപാട് തകർന്നു. പിന്നെ അതുകൂടാതെ പിന്നെ അമ്മ ഡെലിവറി കഴിഞ്ഞ് 5ൻ്റെ അന്ന് എൻ്റെ അമ്മയും മരിച്ചു കേട്ടോ. അന്നേരം അനിയനെ എൻ്റെ അമ്മൂമ്മയുടെ ആങ്ങളെയൊക്കെ കൊണ്ടുപോയാണ് വളർത്തിയത്. അതൊക്കെ ഭയങ്കര കഥയാണ്, അതൊക്കെ ഞാൻ പിന്നെ പറയാം. ഇപ്പോൾ ജസ്റ്റ് എൻ്റെ സ്റ്റോറി മാത്രം ഞാൻ പറഞ്ഞു പോകാം കേട്ടോ. അന്നേരം അങ്ങനെയാണ് എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് നഷ്ടമായത്. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു കുറവോ എന്നെ അറിയിച്ചല്ല കേട്ടോ എൻ്റെ അമ്മൂമ്മ എന്നെ വളർത്തിയത്. അമ്മൂമ്മ എന്നെ പൊന്നെ പോലെ നോക്കിയാണ് കേട്ടോ വളർത്തിയത്. എനിക്ക് എന്തെങ്കിലും ഒരു സാധനം വേണമെന്നോ അല്ലെങ്കിൽ എൻ്റെ ഒരാവശ്യങ്ങളും നിറവേറ്റി തരാതിരുന്നിട്ടില്ല. പക്ഷേ എന്നാലും അമ്മ ആ ഒരു ജനറേഷൻ്റെ ഒരു ചിന്തയ്ക്ക് അനുസരിച്ചല്ല അമ്മ ചിന്തിച്ചുകൊണ്ടിരുന്നത്. കാരണം അമ്മ അന്നും ഇന്നും ഇപ്പോഴാണെങ്കിലും അമ്മ പഴയ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് കേട്ടോ ജീവിക്കുന്നത്. കാരണം അമ്മയ്ക്കിപ്പോൾ ഞാനോരോ പുതിയ സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴാണ് എല്ലാം വാങ്ങിച്ചു കൊണ്ട് കൊടുക്കുമ്പോഴാണ് ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടെന്ന് തന്നെ എൻ്റെ അമ്മൂമ്മ മനസ്സിലാക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് ഈ ഫോൺ എടുത്തപ്പോഴാണ് അമ്മയ്ക്ക് ഇങ്ങനൊരു സാധനം ഈ ലോകത്തുണ്ടെന്ന് തന്നെ എൻ്റെ അമ്മൂമ്മ അറിയുന്നത് കേട്ടോ. അങ്ങനെ ഒരാളാണ് എൻ്റെ അമ്മൂമ്മ. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ആ ഒരു കാലഘട്ടത്തിനനുസരിച്ച് ചിന്തിക്കാനോ നമുക്ക് തെറ്റേത് ശരിയെന്ന് കറക്റ്റായിട്ട് പറഞ്ഞു തരാനോ എൻ്റെ അമ്മൂമ്മയ്ക്ക് പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റേതായ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. 7ാം ക്ലാസ് നമുക്ക് ആ സമയത്ത് ഒക്കെയാണ് 5 തൊട്ടാണ് എനിക്കൊരു ബുദ്ധിയും വിവരവും വെച്ച് തുടങ്ങിയതെന്ന് വേണമെങ്കിൽ പറയാം. ആ സമയമൊക്കെ ആയപ്പോഴാണ് കേട്ടോ അച്ഛനെയും അമ്മയും ഒരുപാട് ഞാൻ മിസ് ചെയ്തത്. അച്ഛനെ മിസ് ചെയ്തിട്ടില്ലെങ്കിലും കാരണം അച്ഛൻ എന്നൊരു പേര് തന്നെ എൻ്റെ മനസ്സിൽ കിടക്കുന്ന ഒരു രൂപമെന്ന് വെച്ചാൽ ഒരുപാട് നെഗറ്റീവുകൾ നിറഞ്ഞ ഒരാളായിട്ടാണ്.
അതുകൊണ്ട് തന്നെ അച്ഛനെ ഞാൻ ഒരുപാട് മിസ് ചെയ്തിട്ടില്ല. എനിക്ക് എൻ്റെ അമ്മയെ ഒരുപാട് ഞാൻ മിസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് കൂട്ടുകാരികൾ പൊതിച്ചോറ് കൊണ്ടുവരുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ അമ്മയെ അച്ഛനൊക്കെ വിളിക്കാൻ വരുമ്പോൾ ഒക്കെ ഞാൻ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ട് കേട്ടോ എൻ്റെ അമ്മയെ. ഞാൻ വിചാരിക്കുമായിരുന്നു എനിക്ക് അമ്മ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് ആങ്ങളെ ഉണ്ടായിരുന്നെങ്കിൽ, ആങ്ങളെയല്ല എനിക്കൊരു അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ആങ്ങളയുടെ കാര്യമൊന്നും അന്ന് ചിന്തിക്കുന്ന പോലും ഇല്ല കേട്ടോ. അന്നൊക്കെ ആങ്ങള എന്നൊരു ആൾ ഉണ്ട് എന്നറിയാം, അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ വലിയ കാര്യമായിട്ടൊന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ. പിന്നെ നമ്മളാണെങ്കിൽ കുഞ്ഞായിരിക്കുമ്പോൾ നമുക്ക് വലിയ വിവരമൊന്നുമില്ലല്ലോ. ആ സമയത്തൊക്കെ ഞാൻ എന്നാ പറയുക, ആ സമയത്ത് നമുക്ക് തെറ്റേത് ശരിയേതെന്ന് പറഞ്ഞു തരാനോ ഒക്കെ വേറൊരാൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അനുസരിക്കത്തില്ല. കാരണം നമ്മളുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള, അതാരാണെങ്കിലും അങ്ങനെയല്ലേ ചെയ്യത്തുള്ളൂ. ഇപ്പോൾ പഴയ നമ്മുടെ ഒരു ആൾക്കാർ വന്നിട്ട് നീ അങ്ങനെ ചെയ്യരുത്, അത് ചെയ്യരുത്, അത് തെറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേൾക്കത്തില്ല. പക്ഷേ അതേ സമയത്ത് നമ്മൾ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ, നമ്മളെ നോക്കുന്ന ഒരാൾ, അച്ഛനോ അമ്മയോ ആരെങ്കിലും, അല്ല ആങ്ങളമാരോ അങ്ങനെയൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പറയുന്നത് നമ്മൾ കേൾക്കുമല്ലേ. പക്ഷേ എനിക്കങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മുടെ കൊച്ചച്ചന്മാർ എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ അവരുടെയൊക്കെ സ്വഭാവം എനിക്ക് മനസ്സിലായത് എൻ്റെ കല്യാണ സമയത്തോട് അടുത്ത് വന്നപ്പോഴാണ് കേട്ടോ. അതിനു മുന്നൊക്കെ ഭയങ്കര ഇതൊക്കെയായിരുന്നു. പക്ഷേ അന്നേരം എനിക്ക് അവരോട് വലിയ അറ്റാച്ച്മെൻറ്റ് തോന്നിയിട്ടില്ല കേട്ടോ. കാരണം നമ്മളെ കുഞ്ഞിലെ തൊട്ടേ കാണുന്നവരെ മാത്രമല്ലേ നമുക്ക് സ്നേഹിക്കാൻ തോന്നത്തുള്ളൂ. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെയാണ്. അന്നേരം ഇതാണ് മെയിനായിട്ട്. പിന്നെ എൻ്റെ അമ്മൂമ്മയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, അമ്മൂമ്മയാണെങ്കിൽ കുഞ്ഞിലെ തൊട്ടേ എന്നെ കൈവെള്ളെ കൊണ്ട് നടന്ന് വളർത്തിയ ഒരാളാണ് കേട്ടോ. അമ്മൂമ്മ പണ്ട് അണ്ടിയാപ്പീസിലെ പണിയായിരുന്നു, അങ്ങനെ പറങ്ങാണ്ടി തല്ലുന്ന പണിയായിരുന്നു. അന്നേരം ആ പണി ചെയ്താണ് എന്നെ വളർത്തിയത്. നമ്മൾ 7ാം ക്ലാസ് 7, 8 അല്ല, എന്നെ ഇതുവരെ എത്തിച്ചത് അമ്മ തന്നെയാണ് കേട്ടോ. പിന്നെ 7ാം ക്ലാസ് തൊട്ട് നമ്മൾ ജോലിക്ക് പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം 7ാം ക്ലാസ്സൊക്കെ ആയപ്പോഴത്തേക്കിനും അമ്മ ജസ്റ്റ് ഒന്ന് വീണ് അമ്മയുടെ കൈ ഒന്ന് പൊട്ടൽ വന്നു. അന്നേരം നമുക്ക് ഒരു രക്ഷയില്ലാതായി. അങ്ങനെ ഞാനൊരു കടയിൽ ചോദിച്ച്, നമ്മുടെ വീടിനടുത്ത് തന്നെ ഒരു ചേട്ടൻ്റെ കടയാണ്. അങ്ങനെ നമ്മൾ അവിടെ സ്റ്റാഫായിട്ട് ശനി ഞായറും കയറുകയാണ് കേട്ടോ. അങ്ങനെയാണ് ഞാൻ 7ാം ക്ലാസ് തൊട്ട് തന്നെ ജോലിക്കാരിയായത്. പിന്നെ അങ്ങോട്ട് 7, 8, 9, 10, +1, +2 ഈ സമയമെല്ലാം ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ചാണ് എനിക്ക് ഓരോ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അമ്മൂമ്മ എന്നെ നോക്കിയിട്ടില്ലെന്നല്ല കേട്ടോ, എൻ്റെ എല്ലാ കാര്യങ്ങളും അമ്മ ശ്രദ്ധിക്കുന്നുണ്ട്, സാധനങ്ങൾ. പക്ഷേ ആ സമയത്ത് അമ്മയ്ക്ക് പ്രായമായി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഹോസ്പിറ്റൽ കേസ് അങ്ങനെയൊക്കെ ആയി നമ്മൾക്ക് കുറേ ബുദ്ധിമുട്ടുള്ള സമയങ്ങളായിട്ടോ. പിന്നെ എനിക്ക് എൻ്റെ അമ്മയും അച്ഛനെയും ഏറ്റവും കൂടുതൽ മിസ് ചെയ്ത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ടീനേജ് പ്രായമാവത്തില്ലേ, ആ സമയത്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത്. കാര്യം വേറൊന്നുമല്ല, നമ്മൾ ഒരു അമ്മൂമ്മയും ഒരു മോളും മാത്രം താമസിക്കുന്ന വീട്ടിൽ, അതും ഈ ഒറ്റപ്പെട്ട ഒരു പ്രദേശത്ത് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വരുമെന്ന് നിങ്ങൾക്ക് തന്നെ ഒന്ന് റിയലൈസ് ചെയ്യാവുന്നത്, ഒന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. കാരണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ പേടിച്ച് ഞാനൊരു മൂലയ്ക്ക് ചുരുണ്ട ദിവസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, നമ്മളെ പണ്ട് നമുക്കറിയത്തില്ല ഇത് എന്താണ് സംഭവം, എന്തിനാണ് ഇങ്ങനെ പറയുന്നത് ചെയ്യുന്നത് എന്നൊന്നും നമുക്കറിയത്തില്ല. നമ്മൾ കുഞ്ഞാണ്, നമ്മൾ ഇത് കാണുമ്പോൾ പേടിക്കും. ഞാനങ്ങനെ ഇപ്പോഴും മിണ്ടാത്ത വ്യക്തിയുണ്ട് കേട്ടോ. ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് ആ ഒരു ചിത്രം അവരുടെ മാറിയിട്ടേ ഇല്ല. എനിക്ക് ഇപ്പോഴും അറപ്പാണ് ആ പുള്ളിയെ കാണുമ്പോൾ. പക്ഷെ ഞാൻ ഇതുവരെ മിണ്ടിയിട്ടില്ല. പക്ഷേ എനിക്ക് മിണ്ടേണ്ടി വന്നിട്ടുണ്ട് എൻ്റെ അത്തച്ചിട്ടി സമയത്ത്. പുള്ളിയുടെ വൈഫ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഫാമിലിയായിട്ട് താമസിക്കുന്ന ഒരു വ്യക്തിയാണ് പുള്ളി. അന്ന് നല്ല വെള്ളമായിരുന്നു. എനിക്ക് നമ്മുടെ ആദിത്യയുടെ പ്രായമേ കാണത്തുള്ളൂ, 10 വയസ്സ് കാണും, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അന്നേരം സംഭവിച്ചൊരു കാര്യമാണ്. ഞാനത് നമുക്ക് ഇങ്ങനെ എന്ത് പറയണം, ആരോട് പറയണം, എങ്ങനെ പറയണമെന്ന് അറിയത്തില്ലായിരുന്നു കേട്ടോ ആ സമയത്തൊന്നും. എനിക്കിപ്പോഴും എന്നെ ഇങ്ങനെ റിഗ്രറ്റ് ചെയ്യുന്നൊരു സംഭവമാണ് കേട്ടോ അത്.
അന്നേരമല്ല നമ്മൾ കുറച്ചുകൂടെ വളർന്നു കഴിഞ്ഞപ്പോഴാണ് ഇത് എന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങിയത്. അങ്ങനെ മനസ്സിലായ സമയത്താണ് എനിക്ക് എൻ്റെ അച്ഛനെ അമ്മയെ എനിക്ക് മിസ് ചെയ്തത് കേട്ടോ. അച്ഛനില്ലെങ്കിലും അമ്മയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ചെന്ന് പറയാനും നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനും ഒരാളാവുമല്ലോ എന്ന് ഒരു ഇത്. എൻ്റെ അപ്പച്ചിയൊക്കെ എപ്പോഴും പറയും, നിനക്ക് നിൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും നിൻ്റെ കല്യാണം കഴിയത്തില്ലായിരുന്നു, പിന്നെ നീ ഇങ്ങനെ ഇരിക്കത്തില്ലായിരുന്നു എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ. എൻ്റെ അമ്മ ഭയങ്കര സംഭവമായിരുന്നു കേട്ടോ. കാരണം നമ്മൾ കാണാത്തവരെ കാര്യങ്ങൾ കേൾക്കാൻ നമുക്ക് ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ എപ്പോഴും എൻ്റെ അപ്പച്ചിയോട് ചോദിക്കാം. അപ്പച്ചിയുടെ ചേച്ചിയാണ്, അവർ ഭയങ്കര കൂട്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതുകൊണ്ട് അപ്പച്ചി എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞൊക്കെ തരും. അന്നേരം അതൊക്കെ ഞാൻ കേട്ട് ശ്രദ്ധിച്ചിരിക്കും. അങ്ങനെയൊക്കെയാണ്. ഇപ്പം എന്തോരം നമുക്ക് അതല്ലേ പറ്റത്തുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അതെങ്കിലും കേൾക്കും. പിന്നെ എൻ്റെ അമ്മയ്ക്ക് ഡയറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ ഡയറി ഇപ്പോഴും എൻ്റെ ഈ മൊത്തം ഒന്നുമില്ല, കുറേ പേപ്പർ കഷ്ണങ്ങളായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. അതിൽ എന്നെക്കുറിച്ചും അച്ഛനെക്കുറിച്ചൊക്കെ എഴുതി വെച്ചേക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പണ്ട് എനിക്ക് അതിനോട് അത്ര അറ്റാച്ച്മെൻറ്റ് തോന്നിയിട്ടില്ലെങ്കിലും ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്തിനു വേണ്ടി വിഷമിച്ച് അല്ലെങ്കിൽ സങ്കടപ്പെട്ടായിരിക്കും എൻ്റെ അമ്മ അതൊക്കെ എഴുതിയിട്ടുണ്ടാവുകയെന്ന് കേട്ടോ. അതൊക്കെ എന്നിട്ട് ഇത്രയൊക്കെ ഞാൻ എന്തുവായാലും ഈ വീഡിയോയിൽ പറയുന്നുള്ളൂ. അന്നേരം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇത് എന്തുവായാലും നിങ്ങൾ കണ്ടിട്ട് പറയൂ കേട്ടോ. നമുക്ക് ഇങ്ങനെയൊക്കെ ഉള്ള പരിപാടികളെ പറ്റത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അല്ലാതെ ഇങ്ങനെ ഇരുന്ന് ഒറ്റ ട്രിപ്പിന് പറയാനൊന്നും ഉള്ള ഒരു ഇതെനിക്ക് ഇല്ല കേട്ടോ. അതുകൊണ്ടാണ്. അന്നേരം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ.